ഹായ്, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഇംഗ്ലീഷ് വളരെ ഈസിയായി സംസാരിക്കാൻ സഹായിക്കുന്ന ചില പ്രയോഗങ്ങളാണ്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇംഗ്ലീഷിൽ ഹെൽപ്പിംഗ് വേർബ് അല്ലെങ്കിൽ സഹായക ക്രിയകൾ എന്ന ഒരു വിഭാഗം ഉണ്ട്. ഒരുപാട് ഉണ്ട് ഹെൽപ്പിംഗ് വേർബ്സ്, പക്ഷേ നമ്മൾ വളരെ കുറച്ച് മാത്രം ഇന്ന് പരിചയപ്പെടുന്നു. ഹെൽപ്പിംഗ് വേർബ്സ് ഉപയോഗിക്കുന്നതിലൂടെ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ് എന്താവും, ഓരോ ഹെൽപ്പിംഗ് വേർബ് മാറി മാറി ഉപയോഗിക്കുമ്പോൾ എന്താണ് ആ മീനിങ്ങിൽ ഡിഫറൻസ് വരിക എന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെയുള്ള ആശയങ്ങൾ മനസ്സിലാക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് ലെസണിലേക്ക് കടക്കാം. ഞാനൊരു കുഞ്ഞു എക്സാമ്പിൾ പറയാം. ഐ ഡു. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, ഡു എന്ന് പറഞ്ഞാൽ ചെയ്യുക, അതല്ലെങ്കിൽ ചെയ്യാറുണ്ട്. ഐ ഡു എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യാറുണ്ട്. ഈ ചെയ്യാറുണ്ട് എന്ന് നമ്മൾ പറയുന്നത് പലപ്പോഴും പതിവായി ചെയ്യുന്ന കാര്യങ്ങൾക്കാണ്. പതിവായി ചെയ്യുക എന്ന് പറയുമ്പോഴും അത് ഡെയിലി ചെയ്യുന്നതാവാം, അതല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാവാം, അതുമല്ലെങ്കിൽ മാസത്തിലൊരിക്കലോ കൊല്ലത്തിലൊരിക്കലോ ഒരു ആഴ്ചയിലൊരിക്കലോ ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാവാം നമ്മൾ പതിവായി ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. ഞാൻ ചെയ്യാറുണ്ട് എന്ന ഒരു സെൻറ്റൻസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതാണ്. അതിന് ഐ ഡു എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ആ ഒരു മീനിങ് കിട്ടി. നമുക്ക് ഐ വിൽ ഡു എന്നാണെങ്കിലോ, ഐ വിൽ ഡു എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യും എന്നായി മീനിങ്. ഐ ആൻഡ് ഡു ഇതിന് രണ്ടിനും ഇടയിൽ വിൽ എന്ന ഒരു ഹെൽപ്പിംഗ് വേർബ് ചേർക്കുമ്പോൾ അതിൻ്റെ മീനിങ് ഞാൻ ചെയ്യും എന്നായി മാറി. ഞാൻ ചെയ്യും എന്ന് നമ്മൾ പറയുന്നത് ഫ്യൂച്ചറിലുള്ള ഒരു കാര്യത്തിനെ സൂചിപ്പിക്കാനാണ്. ഫ്യൂച്ചറിൽ ഞാൻ ചെയ്യും, ഭാവിയിൽ, അതായത് കുറച്ച് കഴിഞ്ഞിട്ടാവാം, അതല്ലെങ്കിൽ നാളെയാവാം, അതല്ലെങ്കിൽ അതിന് പിന്നീട് ഞാൻ ചെയ്യും എന്ന് പറയുമ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. അതിന് ഐ വിൽ ഡു എന്നാണ് പറയുക. നെക്സ്റ്റ് വൺ, ഐ ക്യാൻ ഡു. ക്യാൻ എന്നതും ഒരു ഹെൽപ്പിംഗ് വേർബാണ്. ഐ ക്യാൻ ഡു എന്ന് പറയുമ്പോൾ എനിക്ക് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് ചെയ്യാൻ കഴിയും എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. നെക്സ്റ്റ് വൺ, ഐ ഷുഡ് ഡു. ഐ ഷുഡ് ഡു, ഷുഡ് ഇതും ഒരു ഹെൽപ്പിംഗ് വേർബ് തന്നെയാണ്. ഐ ഷുഡ് ഡു എന്ന് പറഞ്ഞാൽ മീനിങ് മാറി ഞാൻ ചെയ്യണം എന്നായി. ഞാൻ ചെയ്യണം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഒരു കടമയാണ്. നെക്സ്റ്റ് വൺ, ഐ മസ്റ്റ് ഡു. മസ്റ്റ്. ഐ മസ്റ്റ് ഡു എന്ന് പറഞ്ഞാൽ എനിക്കത് ചെയ്തേ പറ്റൂ, അത് വളരെ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോഴാണ് നമ്മൾ മസ്റ്റ് ഉപയോഗിക്കുന്നത്. 5 ഡിഫറെൻറ്റ് ടൈപ്പ് സെൻറ്റൻസിൽ ഉള്ള മീനിങ്ങിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി ഈ ആശയങ്ങൾ വളരെ വ്യക്തമായി തന്നെ മനസ്സിൽ ഉറപ്പിക്കുക. എങ്കിൽ ഒരുപാട് ഗ്രാമർ സൈഡിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. ഈ ആശയങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായും ഒരുപാട് സെൻറ്റൻസസ് നമുക്ക് സംസാരിക്കാൻ സാധിക്കും. പക്ഷേ ഇത് വളരെ വ്യക്തമായി തന്നെ മനസ്സിൽ ഉറപ്പിക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് ഈ പഠിച്ച സെൻറ്റൻസുകൾ 5 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് പഠിച്ചു. ഇത് ഇനി ഒന്നുകൂടി നമുക്കത് പറഞ്ഞു നോക്കാം. ഐ ഡു, ഞാൻ ചെയ്യാറുണ്ട്. ഐ വിൽ ഡു, ഞാൻ ചെയ്യും. ഐ ക്യാൻ ഡു, എനിക്ക് ചെയ്യാൻ പറ്റും. ഐ ഷുഡ് ഡു, ഞാൻ ചെയ്യണം. ഐ മസ്റ്റ് ഡു, ഞാൻ ചെയ്തേ പറ്റൂ. നെക്സ്റ്റ് ഒരു വേർഡ് കൂടി നോക്കാം. സ്പീക്ക്, സംസാരിക്കുക. സ്പീക്ക് ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് സംസാരിക്കുക. ഐ സ്പീക്ക് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. ഐ വിൽ സ്പീക്ക് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കും. ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്, എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. ഐ ഷുഡ് സ്പീക്ക് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കണം. ഐ മസ്റ്റ് സ്പീക്ക് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചേ പറ്റൂ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും എന്ന് കരുതുന്നു.